എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ ഇതിഹാസ കൃതികളിലൊന്നായ രാമായണത്തിൻ്റെ രചയിതാവായ വാത്മീകിയെക്കുറിച്ചും അദ്ദേഹം രാമായണം രചിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. പണ്ട് തമസാ നദിയുടെ തീരത്തുള്ള കാട്ടിൽ രത്നാകരൻ എന്ന ഒരു കൊള്ളക്കാരൻ താമസിച്ചിരുന്നു. ആ വഴിക്ക് പോകുന്ന എല്ലാ ആളുകളെയും ആക്രമിച്ച് അവരുടെ കയ്യിലുള്ള പണവും മറ്റു സ്വത്തുക്കളും അപഹരിക്കുന്നതായിരുന്നു അവൻ്റെ വിനോദം. ഒരിക്കൽ ആ കാട്ടിലൂടെ സപ്തർഷികൾ കടന്നു പോവുകയായിരുന്നു. രത്നാകരൻ സപ്തർഷികളെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ അപഹരിക്കുവാൻ ആരംഭിച്ചു. വളരെ ശാന്തരായി സപ്തർഷികൾ അവനോട്, ആർക്കു വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് എന്ന് രത്നാകരൻ മറുപടി നൽകി. നീ ഈ ചെയ്യുന്ന പാപകർമ്മത്തിൻ്റെ ഫലവും അവർ പങ്കിട്ട് അനുഭവിക്കുമോ എന്നായിരുന്നു സപ്തർഷികളുടെ അടുത്ത ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിന് മുമ്പിൽ രത്നാകരന് പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല. ഞാൻ പോയി എൻ്റെ ഭാര്യയോടും മക്കളോടും ഇതിനുള്ള മറുപടി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ രത്നാകരനോട്, നീ മറുപടിയുമായി വരുന്നത് വരെ ഞങ്ങൾ ഈ നദിക്കരയിൽ നിന്നെയും കാത്തിരിക്കാമെന്ന് സപ്തർഷികൾ പറഞ്ഞു. വീട്ടിലേക്ക് ചെന്ന രത്നാകരൻ സപ്തർഷികൾ ചോദിച്ച ചോദ്യം ഭാര്യയോടും മക്കളോടും ചോദിച്ചു. എന്നാൽ അവരുടെ മറുപടി രത്നാകരനെ തീർത്തും നിരാശനാക്കി. നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ പങ്കുപറ്റാൻ ഞങ്ങൾ തയ്യാറല്ല, അത് നിങ്ങൾ തന്നെ അനുഭവിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ മറുപടി. ഭാര്യയുടെയും മക്കളുടെയും നിരാശ ജനിപ്പിച്ച ആ മറുപടിയുമായി രത്നാകരൻ തിരിച്ച് സപ്തർഷികളുടെ അടുത്തെത്തുകയും അവരുടെ കാൽക്കൽ വീണ് താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ തന്നെ അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. സപ്തർഷികൾ രത്നാകരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം അവിടെ കാണുന്ന 2 മരങ്ങൾക്കിടയിലിരുന്ന് ആ മരം ഈ മരം എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒരു യാത്ര പോകുന്ന തങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നും വരുന്ന ആ കാലഘട്ടം വരെ തങ്ങൾ പറഞ്ഞ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കണമെന്നും അവർ അവനോട് ആവശ്യപ്പെട്ടു. സപ്തർഷികൾ അവിടെ നിന്ന് യാത്രയായി. രത്നാകരൻ അവർ പറഞ്ഞതുപോലെ തന്നെ ആ 2 മരങ്ങൾക്കിടയിലിരുന്ന് ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് വേഗതയിൽ ഉച്ചരിക്കുവാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. ഏകാഗ്രമായി താൻ ചെയ്യുന്ന കർമ്മത്തിൽ തന്നെ രത്നാകരൻ മുഴുകിയിരുന്നു. ചിതൽ പുറ്റുകൾ അവൻ്റെ ശരീരത്തിലൂടെ കയറി അവൻ്റെ ശരീരം മുഴുവനായി ചിതൽ പുറ്റുകൾ മൂടിപ്പോയി. ഇതൊന്നും അറിയാതെ അവൻ ആ മരം ഈ മരം എന്നുള്ള ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സപ്തർഷികൾ അതേ വഴിക്ക് തിരികെ വന്നപ്പോൾ ഒരു വലിയ ചിതൽപുറ്റ് അവർ കാണുവാനിടയായി. ആ ചിതൽപുറ്റിൽ നിന്ന് രാമ 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 എന്നുള്ള മന്ത്രം പുറത്തേക്ക് വരുന്നത് അവർ ശ്രദ്ധിച്ചു. ചിതൽപുറ്റിനുള്ളിൽ നിന്ന് രാമമന്ത്രം കേട്ട സപ്തർഷികൾ ചിതൽപുറ്റ് ഭേദിച്ച് മുനിയെ വെളിയിലെടുത്തു. വാത്മീകം അഥവാ ചിതൽപുറ്റിൽ നിന്നും വെളിയിൽ വന്നവൻ എന്ന അർത്ഥത്തിൽ രത്നാകരൻ എന്ന ആ പഴയ കൊള്ളക്കാരന് അന്നു മുതൽ വാത്മീകി എന്ന പേരും അവർ കൽപ്പിച്ചു നൽകി. തമസാ നദിയുടെ തീരപ്രദേശത്ത് ഒരാശ്രമം കെട്ടി ശിഷ്യന്മാരോടുകൂടി വാത്മീകി താമസം ആരംഭിച്ചു. ഒരിക്കൽ ആ ആശ്രമം സന്ദർശിക്കുവാനായി നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. സർവവിധ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന വാത്മീകിയുടെ ചോദ്യത്തിന് സർവഗുണങ്ങളും തികഞ്ഞവർ ആരുമില്ലെങ്കിലും ഏറെക്കുറെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമനെക്കുറിച്ച് നാരദ മഹർഷി വാത്മീകിയോട് പറഞ്ഞു. ഒരിക്കൽ വാത്മീകിയും തൻ്റെ ശിഷ്യന്മാരും കൂടി തമസാ നദിയുടെ തീരത്തുകൂടെ നടക്കുമ്പോൾ ഒരു മരക്കൊമ്പിലിരുന്ന് പരസ്പരം കൊക്കുരുമിക്കളിച്ചിരുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കാണുവാനിടയായി. മരിച്ചു വീണ ആൺപക്ഷിയുടെ രൂപവും അത് കണ്ട്
കരഞ്ഞുകൊണ്ടിരുന്ന പെൺപക്ഷിയുടെ രൂപവും വാത്മീകിയെ ഏറെ വേദനിപ്പിച്ചു. ആ വേദന ഒരു ശ്ലോകമായി പുറത്തു വന്നു. ആ ശ്ലോകം വാത്മീകി ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ ശ്ലോകത്തിൻ്റെ രൂപത്തിൽ രാമൻ്റെ കഥ ഒരു കൃതിയായി എഴുതുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വാത്മീകി മഹർഷി രചിച്ച കാവ്യമാണ് രാമായണം. ആദിമകാവ്യമെന്നും ഈ കൃതി അറിയപ്പെടുന്നു. രാമായണത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇനി വരുന്ന ആഴ്ച ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാം. കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി.